ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലുഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവചകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വരശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവചകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ. എൻ്റെ പേര് ശ്രീനിവാസൻ എന്നാണ്. ഞാൻ മണലുള്ള ആണ് എൻ്റെ വീട്. പിന്നെ വസന്ത എന്ന് പറഞ്ഞ പെൺപകലുള്ള ഒരു പറഞ്ഞാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് വന്ന കാര്യം എനിക്ക് വേണ്ടത്തക്ക ഒരാളിൻ്റെ ഒരു ആവശ്യ പ്രശ്നത്തിനാണ് വന്നത്. അപ്പോൾ ആ വരാൻ പ്രശ്നം ആർക്കാണോ അവർ തന്നെ വരണം എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് പോയിട്ട് എൻ്റെ ബന്ധുവിനെ വിളിച്ചുകൊണ്ട് വന്നു. അതൊരു കുഴഞ്ഞ പ്രശ്നമായിരുന്നു. അത് അമ്മ ആ പ്രശ്നം പരിഹരിച്ച് പൂർണ്ണമായെന്ന് പറഞ്ഞാൽ ഏകദേശം അവർ ഒരു യോജിച്ച അന്തരീക്ഷത്തിൽ നല്ല രീതിയിൽ കഴിയുകയാണ്. ഇപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുമെന്നുള്ള വിശ്വാസമില്ലായിരുന്നു. അതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. വന്ന കാര്യം അത് സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നുണ്ട്. പിന്നെ എൻ്റേതായ കാര്യങ്ങൾ ഞാൻ അത് മുതൽ പിന്നെ ഞാൻ മരുന്ന് കാര്യങ്ങളൊന്നുമില്ല. എനിക്കെന്ത് പ്രയാസം വന്നാലും ഉടനെ അമ്മയെ വിളിക്കും. അമ്മ അതിന് വിളിക്കുമ്പം തന്നെ ഉടനെ തന്നെ അതിന് പരിഹാരം ഉണ്ടാവും. മരുന്നോ ചികിത്സയോ അതൊന്നും ഇല്ല. ഞാനൊരു രോഗിയായിരുന്നയാളാണ്, ചികിത്സയെ കഴിഞ്ഞ ആളാണ്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റിന് വേണ്ടി മാത്രം പോണതേ ഉള്ളൂ. എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോഴെല്ലാം ഞാൻ അമ്മയെ വിളിക്കും. അമ്മ അതിന് ഉടനെ അതിന് ഇന്ന മന്ത്രം പറയുമെന്ന് പറയും. ഞാനത് പറയും. അത് പരിഹാരം ഉണ്ടാകും. കൊടുക്കും. അടുത്ത കാലത്ത് എനിക്ക് രാത്രി ഉറക്കമില്ല. ഒരു ദിവസം അമ്മയെ വിളിച്ചു. അമ്മ ഓരോ കാര്യവും പറഞ്ഞ് അത് നോക്കി. അപ്പോൾ 3 പ്രാവശ്യം മൂന്നാമത് വിളിച്ചപ്പോൾ പറഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വിളിക്കാൻ പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഇങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് വലിയമംഗലം നാഗക്ഷേത്രത്തിൽ പോയി എത്ര 7 വലയം വയ്ക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ വലയം വയ്ക്കാൻ ഒക്കില്ല. അതുകൊണ്ട് അമ്മ രണ്ടാമത്തെ പുസ്തകത്തിന് വിചാരിച്ച് വലയം വയ്ക്കാൻ പറഞ്ഞ് ആ മന്ത്രം പറഞ്ഞ് വലയം വെച്ചപ്പോൾ അതോടെ എനിക്ക് ആ പ്രശ്നം മാറി ഉറങ്ങുകയും ചെയ്തു. അങ്ങനെ ഉള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ ബുദ്ധിമുട്ടുകളെല്ലാം എന്ത് പ്രയാസം തോന്നിയാലും അപ്പോഴും ഞാൻ അമ്മയെ വിളിക്കും. എല്ലാ ദിവസവും പൊതുവെ വിളിക്കുകയും ചെയ്യും. ആ വിളി പറയുമ്പോൾ അത് തന്നെ ഉടനെ തന്നെ അതിന് പരിഹാരം ഉണ്ടാവുകയാണ്. ഈ ഗുണങ്ങൾ ജനങ്ങൾക്കും കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ഞാനിവിടെ വന്നിട്ട് 1.5 വർഷമാവാൻ പോവുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്തു. ഇനി എല്ലാം പൂർണ്ണമായെന്ന് പറയില്ല. ഇനിയും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അത് എല്ലാം ക്ലിയർ ആകുമെന്നുള്ള എൻ്റെ അനുഭവത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്.
അതുകൊണ്ട് ഇത് ജനങ്ങൾക്ക് ഉപയോഗപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദിവസവും അമ്മയെ വിളിക്കുകയാണ് ഞാൻ. എനിക്ക് എന്ത് പ്രയാസവും എന്ത് ബുദ്ധിമുട്ട് തോന്നിയാലും അപ്പോഴും വിളിക്കും, അപ്പോഴും തന്നെ അതിൻ്റെ പരിഹാരം ഉണ്ടാവുകയാണ്. അങ്ങനെ ഇത് ജനങ്ങൾക്കും ഉപയോഗപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. അമ്മയെ എനിക്ക് പല്ലുവേദന വന്നൊരു ദിവസം ഉറക്കത്തിന് തടസ്സം വന്ന്, അപ്പോഴാണ് ഞാൻ അമ്മയെ വിളിച്ച് അമ്മ അതിന് പരിഹാരങ്ങൾ പറഞ്ഞ് അത് ചെയ്തു. അപ്പോഴും ശരിയായില്ല. വീണ്ടും പറഞ്ഞ്, വീണ്ടും മൂന്നാമത്തെ പറഞ്ഞ് എന്നെ 2 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞ്. അപ്പോഴാണ് അമ്മ ഒരു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് വലിയമംഗലം ക്ഷേത്രത്തിൽ അവിടെ നാഗർ ക്ഷേത്രമുണ്ട്, അവിടെ വലയം വയ്ക്കണമെന്ന് പറഞ്ഞ് അതിനാണ് അവിടെ വലയം വയ്ക്കാൻ ഒക്കില്ല. അങ്ങനെ അമ്മയുടെ 2ാമത്തെ പുസ്തകത്തിലാണ് 7 പ്രാവശ്യം വലയം വെച്ച് അപ്പോൾ ആ പ്രയാസം അങ്ങനെയാണ് പല്ലുവേദന മാറിയത്. അമ്മയെ ശരണം. എല്ലാവർക്കും ഈ ഗുണമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ കൃഷി എനിക്ക് പ്രധാനമായിട്ടും വാഴക്കൃഷിയുണ്ട്. അത് തെളിരറച്ച് കമ്പയർ പോലെ അങ്ങനെ നിന്ന്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞ് കമ്പയറിനുള്ള ഒരു മന്ത്രം എഴുതി തന്ന്. അത് ഞാൻ ദിവസവും പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴേ അത് അറച്ച തെളിര് ഒരു 7-8 മൂട് വാഴ ആ തെളിര് വീണ്ടും വന്ന് ഇപ്പോൾ അത് കുലച്ച്. അങ്ങനെ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എനിക്ക് നാളെ പരിപൂർണമായിട്ടും അമ്മയെ വിശ്വാസമാണ്. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ പ്രയോജനം എല്ലാവർക്കും കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. അമ്മയെ ശരണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.